ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. കൽബേസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കൊല്ലം സ്റ്റൈൽ ചാളപ്പീര തയ്യാറാക്കിയാലോ. അതിന് നമ്മൾ ആദ്യം തന്നെ തേങ്ങ ചിരകിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നമുക്ക് അതൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. നമ്മൾ തേങ്ങ ഒതുക്കിയെടുക്കാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ തേങ്ങ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഹലോ ഗായ്സ്, അപ്പം നമുക്ക് ചാളപ്പീര ഉണ്ടാക്കിയാലോ. അപ്പം ആദ്യം നമ്മൾ തേങ്ങ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ചെറുള്ളിയാണ് വേണ്ടത്, അത് നമ്മൾ നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പില, പച്ചമുളക് കീറിയിട്ടത്, ഇഞ്ചി ചതച്ചത്. പിന്നെ നമുക്ക് വേണ്ടത് മെയിൻ സാധനമാണ് കേട്ടോ, നമ്മുടെ ചാള. ഇനി നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം കേട്ടോ. ആദ്യം നമുക്ക് അതിന് വേണ്ടത് മൺചട്ടിയാണ് കേട്ടോ. അപ്പം മൺചട്ടി നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ നമ്മൾ നുറുക്കി വെച്ച ഉള്ളി ഇട്ട് കൊടുത്തു, ചതച്ചു വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുത്തു, കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു, നുറുക്കി വെച്ച മുളക് ഇട്ട് കൊടുത്തു, ഇഞ്ചി ഇട്ട് കൊടുത്തു. പിന്നെ അതിന് ശേഷം നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് ക്രഷ് ചെയ്ത് വെച്ച തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിൽ മെയിനായിട്ട് നമുക്ക് നാടൻ പുളി ഉണ്ട് കേട്ടോ. നാടൻ പുളി നമ്മൾ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ അതവിടെ കിടന്നിട്ട് ഒന്നാവട്ടെ. അപ്പം നമുക്ക് ചാളപ്പീരയ്ക്ക് ആവശ്യമായ ഉപ്പ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മുടെ ചാള നമ്മൾ ഇതിലേക്ക് ഇട്ടു കേട്ടോ. ചാള ഇട്ടു. പിന്നെ നമ്മുടെ പുളി, നാടൻ പുളിയാണ് കേട്ടോ. ആ നാടൻ പുളി നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കണം കേട്ടോ. നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇതിൽ ഉപ്പും മുളകും ഒക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കണം കേട്ടോ. ഒരു 3 ടീസ്പൂണ് വെളിച്ചെണ്ണ നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ 3 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കട്ടോ. എന്നിട്ട് നമുക്ക് മുളകും ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത്, നമുക്ക് പുളിയും ഒക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് നമ്മളിപ്പോൾ നോക്കണം കേട്ടോ. കറക്റ്റ് ആണോ നോക്കാണ്. ഉപ്പൊക്കെ കറക്റ്റാണ്, ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് 2 ഇതള് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഗ്യാസിൽ വെക്കാം കേട്ടോ, പാകമാവട്ടെ. അതിൻ്റെ മുകളിൽ നമുക്ക് വാഴയിലേനെ മൂടി വെക്കാം കേട്ടോ. ചെറിയ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. അങ്ങനെ അതവിടെ കിടന്ന് ആവട്ടെ. തീ കുറച്ച് കൊടുക്കണം. നന്നായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചു കേട്ടോ. അപ്പം നമ്മുടെ ചാളപ്പീര ഇതാ ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. വാഴയിലൊക്കെ കണ്ടോ, ഈ ഒരു ലെവലിലായി കണ്ടോ. നല്ല സ്മെല്ലുണ്ട് കേട്ടോ, നല്ല സ്മെല്ല്, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കട്ടെ. ഇങ്ങനെ ഒന്ന് നിങ്ങൾ വെച്ച് നോക്കണം കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ഇടണം കേട്ടോ. ഇപ്പം തന്നെ ഭയങ്കര കൊതിയാവുന്നുണ്ട് കേട്ടോ കഴിക്കാൻ. ചാളപ്പീര അങ്ങനെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായി വെന്തിട്ടൊക്കെ ഉണ്ട്. നമുക്ക് ഗ്യാസ് ഓഫാക്കാം കേട്ടോ. ചാളപ്പീര റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് വാഴയുടെ ഇലയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഭയങ്കര സ്മെല്ല് കേട്ടോ. ഇപ്പം തന്നെ കഴിക്കാൻ തോന്നുകയാണ്. കൊല്ലം സ്റ്റൈല് ചാളക്കറി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് പറയണം കേട്ടോ. വാവ്, സൂപ്പർ. അപ്പം ഗൈസ്, അപ്പം നമുക്കിതിനൊരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് 2 കറിവേപ്പിൻ്റെ തണ്ട് വെച്ച് കൊടുക്കാം കേട്ടോ. കണ്ടോ,
നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. കൊല്ലം സ്റ്റൈൽ ചാളപ്പീര. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ഇടണം കേട്ടോ. മറക്കാതെ ചെയ്യണേ. ബായ്. അപ്പോൾ മത്തിപ്പീര വലിയപ്പാക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുകയാണ് കേട്ടോ. ടേസ്റ്റ് ഉണ്ടോ? അപ്പോൾ വലിയപ്പാക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരിക്കണു കേട്ടോ. ടേസ്റ്റ് ഉണ്ടോ ചോദിച്ചപ്പോൾ ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ആളെ ആസ്വദിച്ച് കഴിക്കുകയാണ്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ മോൾക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാന്ന് വെച്ച് നോക്കുമ്പോൾ അവൾ ഭയങ്കര പഠിത്തത്തിലാട്ടോ. അപ്പോൾ പിന്നെ അവിടെ ഡിസ്റ്റർബ് ആക്കണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഇവർ രണ്ടാളും ഇവിടെ പൊരിഞ്ഞ കളിയിലാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.